ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് ഡോണാനിൽ. അപ്പം ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹോപ്പോണോപ്പോണോ പ്രെയർ. അതായത് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹോപ്പോണോപ്പോണോ പ്രെയറിനെ പറ്റി പറയാമോ എന്ന്. അപ്പം അതിനെപ്പറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഈ ഹോപ്പോണോപ്പോണോ പ്രെയർ എന്നാന്ന് പറഞ്ഞാൽ ഈ സാധാരണ അതായത് നമ്മുടെ എന്താ പറയണ്ടേ, ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചവർക്കും അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയുന്നൊരു സംഭവമാണ് ഹോപ്പോണോപ്പോണോ പ്രെയർ. ഇതൊരു ഹീലിംഗ് പ്രെയർ ആണ് കേട്ടോ. ഹീലിംഗ് പ്രെയർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹവാലിയൻ ദ്വീപിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പ്രെയർ ലോകമെമ്പാടും പ്രചരിച്ചു തുടങ്ങിയത്. അതായത് ഹ്യൂലൻ എന്ന് പറയുന്നൊരു ഡോക്ടർ ഹവാലിയൻ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ, അതായത് അവിടുത്തെ മെൻ്റൽ ഒരുപാട് എന്താ പറയണ്ട ഭയങ്കരമായിട്ടുള്ള ക്രിമിനൽസ് അതായത് ഭയങ്കര മുഴുവട്ടന്മാർ എന്ന് പറയാം, അങ്ങനെ ഉള്ള ആൾക്കാരെ താമസിപ്പിച്ചിരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ചാർജ് എടുത്ത് പോവുകയുണ്ടായി. എന്നിട്ട് ഈ ഡോക്ടർ എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 കൊല്ലത്തോളം അവിടെ ഇരുന്നുകൊണ്ട് ഇവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റോ ഒരു കാര്യങ്ങളോ കൊടുക്കാതെ തന്നെ ഇവരുടെ അസുഖം മാറ്റിയെടുത്തു. ഇപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഡോക്ടറെ കാണും. ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ അസുഖം എന്നുള്ള ഡയഗ്നോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മെഡിസിൻ തരുന്നത്, അല്ലേ? ഈ ഡോക്ടർ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഈ ഓരോരോ പേഷ്യൻസിൻ്റെയും കേസ് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോരോ കേസ് എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട്, അതായത് ആ രോഗിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ ഡോക്ടർ ഏറ്റെടുക്കുന്നതായിട്ട് പറഞ്ഞിട്ട് ഈ ഓരോരോ കേസ് എടുത്തു വെച്ചിട്ട് അതിലെ ഹോപ്പോണോപ്പോണോ പ്രെയർ ചൊല്ലി തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ചൊല്ലി ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഈ രോഗികളൊക്കെ സുഖപ്പെടാൻ തുടങ്ങി. സുഖപ്പെടാൻ പറഞ്ഞാൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. അവർ സെല്ലിലൊക്കെ ഇട്ട് പൂട്ടി അങ്ങനെ ഉള്ളിൽ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ പിന്നെ അവരെ മെല്ലെ പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ മെല്ലെ അവരെ ആ ഒരു ഭ്രാന്തിൻ്റെ സ്റ്റേജിൽ നിന്ന് അവർ പുറത്ത് കിടന്നു. അങ്ങനെയാണ് ഈ ഹോപ്പോണോപ്പോണോ പ്രെയറിന് ഇത്ര ശക്തി ഉണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിയത്. എന്നിട്ട് ഡോക്ടർ തന്നെ എഴുതിയ ഒരു ബുക്കും ഇതായിട്ടുണ്ട്. നോ ലിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഈ ഡോക്ടർ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഹോപ്പോണോപ്പോണോ പ്രെയറിൻ്റെ ഒരു എന്താ പറയണ്ടേ തുടക്കം എന്ന് പറയാം. നമ്മൾ ഇത് അറിഞ്ഞപ്പോൾ തൊട്ട്, അതായത് ഇത് ഓരോരുത്തർ അറിഞ്ഞു തുടങ്ങി. ഇവർ പല കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി, ഹോപ്പോണോപ്പോണോ പ്രെയർ. അതായത് ഇപ്പം നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, കരിയർ, ബിസിനസ്, നമ്മുടെ റിലേഷൻഷിപ്പ്, എന്തിനു വേണേലും നമുക്ക് ഈ പ്രെയർ ഉപയോഗിക്കാം കേട്ടോ. ഭയങ്കര ഒരു മാജിക്കൽ ഹീലിംഗ് പ്രെയറാണ് തന്നെ ഇതിനെ പറയാം. വേറെ ഒന്നുമില്ല, 4 വാക്കുകളേ ഉള്ളൂ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വാക്കുകളുള്ളത്. പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു ഈ 4 വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം അസുഖങ്ങളാണ്, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖമാണെന്ന് കൂട്ടിക്കോ, എന്താ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചോ. അപ്പോൾ ഷുഗർ എന്താ, നമ്മുടെ പാൻക്രിയാസിൽ നിന്നായിരിക്കും, അല്ലേ? അതെ, പാൻക്രിയാസിൽ നിന്ന് നമ്മുടെ ഷുഗർ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ നമ്മുടെ പാൻക്രിയാസിനോട് പറയുകയാണ്, നമ്മൾ അങ്ങനെ അതിനെ ഇതാക്കിയിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ് എന്ന് കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ നല്ല ഒരു എന്താ പറയണ്ടേ ഭയങ്കരമായിട്ടൊരു ഫീലിങ്ങോട് കൂടി പറയണം. അതേ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഡിയർ പാൻക്രിയാസ് എന്ന് പറഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ മണിക്കാണ്, ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മണിക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റും. അത് 2 രീതിയിൽ പറയാം. ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെയാണ് പറയണ്ടേ, ഐ ലവ് യു മണി, അല്ല സോറി, അങ്ങനെയല്ലോ, ആദ്യം എങ്ങനെ തുടങ്ങുന്നത്, ഞാൻ മറന്നുപോയി. അപ്പം നമുക്ക് മണിക്ക് വേണ്ടിയിട്ട് 2 രീതി പറയാം. അതായത് ഐ എം സോറി മണി, പ്ലീസ് ഫോർഗീവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി, അങ്ങനെ പറയുന്നുണ്ട്. അതല്ലാതെ വേറൊരു രീതി, ഡിയർ മണി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, അങ്ങനെ പറയാം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഏത് ബോഡി പാർട്സാണ് ഇപ്പം ഇതുള്ളത്, അപ്പം അവിടേക്ക് നമുക്ക് ഈ പ്രെയർ ചൊല്ലിയിട്ട് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഹീലാം. ഞാൻ ഇതിൻ്റെ ഒരു എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ചേച്ചിയാണ്. അപ്പം ചേച്ചി കാല് ഒടിഞ്ഞിട്ട്, അതായത് കാലിൻ്റെ പത്തി ഉണ്ടല്ലോ, പത്തി
ഇതായിട്ട് അതിൻ്റെ എല്ല് പൊടിഞ്ഞിട്ട് പുള്ളിക്കാരത്തിക്ക് ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതായ സമയത്ത് നമുക്കറിയാലോ, കാലിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊരു വേദനയായിരിക്കും, സഹിക്കാൻ പറ്റാത്ത വേദന, അത് പത്തിയും കൂടെ ആകുമ്പോൾ. എന്നിട്ട് ഈ ചേച്ചി ഈ പ്രെയർ തന്നെ ചെല്ലിയാണ്, ഒട്ടും വേദനയില്ലായിരുന്നു ചേച്ചിക്ക്. അപ്പം പുള്ളിക്കാരത്തിക്ക് അങ്ങനെ എപ്പോഴും ഇത് ചെല്ലുമായിരുന്നു, ചെല്ലി അത് ഹീലായി. അപ്പോൾ വേദനയോ ഒരു ശകലം പോലും വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അത് അങ്ങനെ ഒരു മിറാക്കിൾ നടന്നിട്ടുണ്ട്. അതല്ലാതെ ഈ മണി ബ്ലോക്സ്, നമുക്ക് പെട്ടെന്ന് പൈസയ്ക്കൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഇത് ചാൻറ്റ് ചെയ്യാൻ പറ്റും. അത് രാവിലെയും വൈകുന്നേരവും 108 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്. രാവിലെയും വൈകുന്നേരവും ചെല്ലണം. ഇങ്ങനെ കൊന്തയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് ചെല്ലിയാലും എളുപ്പമാണ്. അതായത് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ 10 മണി വെച്ചിട്ട് 50 മണി ഉണ്ടല്ലോ. അപ്പോൾ 2 പ്രാവശ്യം ആകുമ്പോഴത്തേന് 100 ആയില്ലേ. പിന്നെ 8 കൂടെ ചെല്ലിയാൽ പോരെ. അങ്ങനെ ചെല്ലാൻ പറ്റും. ഞാൻ പറഞ്ഞു തന്നാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റും. അല്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 108 പ്രാവശ്യം ചെല്ലണം. അത് പക്ഷേ അത് ഭയങ്കര ഇതാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെല്ലാം. അതായത് എന്തിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളാണ് ഏറ്റെടുക്കുന്നതെന്ന് നമ്മൾ ഉള്ളിൽ പറഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ. ഇപ്പം നമ്മളോട് ആരെങ്കിലും ഒരു വഴക്കുണ്ട്, ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ മിണ്ടാതിരിക്കുവാണ് എന്ന് വിചാരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വം ഒരുപക്ഷെ അവരായിരിക്കും ചെയ്തത്, പക്ഷെ നമുക്കത് ഹേർട്ടായിട്ടുണ്ടാകും. പക്ഷെ എന്നാലും നമ്മളാണ് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഈ ഹോപ്പോണോപ്പോണോ പ്രെയർ എന്ന് പറയുന്നത്. ഹീലിംഗ് പ്രെയറാണ്. അതേപോലെ തന്നെ ഈ ഡിപ്രഷനൊക്കെയുള്ള ഇവരുണ്ടല്ലോ, ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നവർക്ക് ഭയങ്കര എഫക്റ്റീവാണ് ഈ പ്രെയർ കേട്ടോ. എന്നും ചെല്ലണം, രാവിലെയും വൈകുന്നേരം ചെല്ലണം. പക്ഷെ ഡിപ്രഷനുള്ള രോഗികളൊക്കെ ചെയ്യുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ എഫക്റ്റ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഇത് അങ്ങനെയാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന് കുറച്ചും കൂടെ എഫക്റ്റാണ്. അത് മാത്രമല്ല, ഇപ്പം അങ്ങനെയല്ല, എല്ലായിടത്തും ഇപ്പം അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയണ്ടേ, ബിസിനസ് ഇപ്പം ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം ഇതേ മെത്തേഡ് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും ഈ ഹോപ്പോണോപ്പോണോ പ്രെയർ ഇപ്പം എനിക്ക് തോന്നുന്നു ലോകമെമ്പാടും ഭയങ്കര പ്രചാരത്തിലിരിക്കുന്ന ഒരു ഹീലിംഗ് പ്രെയറാണ് ഈ ഹോപ്പോണോപ്പോണോ. ഒരുപാട് സെമിനാർസ് കാര്യങ്ങൾ ഒക്കെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഹീലിംഗ് പ്രെയറായിട്ട് ഇതിനെ അതായത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഈ ഹോപ്പോണോപ്പോണോ. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോൾ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു എന്നിട്ട് നമ്മൾ അത് പറയുക. നമ്മുടെ മനസ്സിൽ നമ്മൾ ആ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ട് അത് ഭയങ്കര നല്ല ഫീലോട് കൂടി നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നല്ല ഇതാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സമാധാനവും സന്തോഷവും അബണ്ടൻസും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.